സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമെന്ന ഖ്യാതിയുമായാണ് MDയുടെ രണ്ടാം ഊഴം മഹാഭാരതം എന്ന പേരിൽ തിരശ്ശീലയിൽ എത്തുന്നത്. മോഹൻലാലിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കേട്ട ആരും ഒന്ന് ചിന്തിച്ചേക്കാം ഇതിന് കാശ് മുടക്കുന്ന നിർമ്മാതാവിനെക്കുറിച്ച്. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റ് മുടക്കുന്നതോടെ അദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാവ് BR ഷെട്ടി. ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഏറ്റെടുത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാ ഇതിഹാസങ്ങളുടെയും ഇതിഹാസമാണ് മഹാഭാരതം. വിസ്മയിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ സമ്മാനിക്കുകയും ചെയ്യുന്ന കവിതയാണിത്. ഈ അഭിമാന സംരംഭത്തിന്റെ ഭാഗമായത് ഏറെ ആവേശം തരുന്നു. ഇന്ത്യയുടെ കാവ്യോതിഹാസത്തെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ എനിക്ക് ലഭിച്ച അവസരമാണിത്. നമ്മുടെ ഈടുറ്റ പാരമ്പര്യത്തെ ലോകത്തിന് മുമ്പാകെ ചലച്ചിത്ര രൂപത്തിൽ പ്രദർശിപ്പിക്കുക എന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇതിലൂടെ. ഇത് ഒരു നാഴികക്കല്ല് മാത്രമാകില്ല, ഇന്ത്യൻ മിഥോളജിയുടെ ഇന്നേവരെയില്ലാത്ത ദൃശ്യ സാക്ഷാത്കാരം കൂടിയാകും ഇത്, ഷെട്ടി പറഞ്ഞു. 100 ഭാഷകളിലായി 3 ദശലക്ഷം ജനങ്ങളിലേക്ക് മഹാഭാരത കഥ എത്തുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ ഉറവുകളാകും ലോകമെങ്ങും പരന്നൊഴുകുക എന്നത് അദ്ദേഹം പറഞ്ഞു. MD വാസുദേവൻ നായരുടെ ഈ സൃഷ്ടിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഞാൻ ആദ്യം വായിച്ചത്. അതിനുശേഷം ഇപ്പോൾ തിരക്കഥയും വായിച്ചു. കാലത്തെ ജയിക്കുന്ന ഈടുവയ്പ്പാണ് MDയുടെ അക്ഷരങ്ങൾ. ഇത്രയും കാലം ഇന്ത്യൻ സിനിമയുടെ അതിരുകൾക്കുള്ളിൽ നിറഞ്ഞ ആ മഹാനായ എഴുത്തുകാരൻ ഈ സിനിമയിലൂടെ ലോക സിനിമയുടെ ഔന്നത്യത്തിലെത്തും. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം. കർണാടകയിലെ മംഗലാപുരം സ്വദേശിയായ BR ഷെട്ടി അബുദാബി ആസ്ഥാനമായ NMC ഹെൽത്ത് കെയറിൻ്റെയും EAE എക്സ്ചേഞ്ചിൻ്റെയും നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയൻ. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.